തിരുവല്ല കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയ. ഇപ്പോൾ മാവേലിക്കര ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. അശ്വിൻ പാലാഴി മാവേലിക്കരയിൽ നിന്ന് ശരിയാണ്. അശ്വിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ മാവേലിക്കരയുള്ള സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചത്. ഇന്നലെ 2026 വർഷത്തിലെ 26-ാം നമ്പർ തടവ് പുള്ളിയായിട്ടാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഇവിടുത്തെ 3-ാം നമ്പർ സെല്ലിൽ പാർപ്പിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ മറ്റ് പ്രതികൾക്കൊപ്പമാണ് പാർപ്പിക്കുകയെങ്കിലും രാഹുലിനെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് താമസിക്കുന്നത്. മറ്റ് തടവുകാരൊന്നും നിലവിൽ രാഹുലിനൊപ്പമില്ല. ഒപ്പം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്നിപ്പോൾ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്നില്ല എന്നുള്ളതാണ് ജയിൽ അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒപ്പം ജയിൽ മാറ്റം എന്നൊരു ആവശ്യം രാഹുൽ മുന്നോട്ട് വെച്ചിരുന്നു. അത് ജയിൽ DIG ആണ് അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ആ അന്തിമ തീരുമാനത്തിന് DGPയുടെ കൂടി ഒരു അനുമതി വേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ജാമ്യാപേക്ഷ തള്ളിയാൽ കസ്റ്റഡിയിലേക്ക് ഇന്ന് നൽകിയില്ല എങ്കിൽ ജയിൽ മാറ്റത്തിലേക്കുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കായിരിക്കും പ്രതിയുടെ അഭിഭാഷകൻ പിന്നീട് പോവുക. ഒപ്പം കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുന്നുണ്ട്. 3 ദിവസത്തേക്ക് എങ്കിൽ പോലും കസ്റ്റഡി അനുവദിച്ചാൽ ഇന്ന് ഇവിടെ നിന്ന് രാഹുലിനെ തിരുവല്ലയിലേക്ക്, അത് പത്തനംതിട്ട ജില്ലയിലേക്ക് കൊണ്ടുപോകും. അതിന് വേണ്ടിയുള്ള മറ്റ് നടപടിക്രമങ്ങളടക്കം ഇതിനോടകം തന്നെ ജയിലിൽ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ഒരു നടപടിയിലേക്കാണ് കടക്കുന്നത് എങ്കിൽ എന്തായാലും മറ്റ് ഒരു ആനുകൂല്യങ്ങളും നിലവിൽ രാഹുലിന് ഈ ജയിലിൽ ലഭിക്കുന്നില്ല. ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു പരിഗണനയും നിലവിലില്ല. ഇന്നലെ ജയിലിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ ഏതൊരു കേസിലെയും പ്രതിയെ പോലെ തറയിൽ പാവിരിച്ച് തന്നെയാണ് രാഹുൽ കിടന്നത്. മറ്റ് ആനുകൂല്യങ്ങൾ, അത് ബെഡോ കട്ടിലോ ഒന്നും ജനപ്രതിനിധികൾക്ക് സ്വയം ആവശ്യപ്പെടാം. പക്ഷേ അതൊന്നും ആവശ്യപ്പെടുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. സാധാരണ ഭക്ഷണം തന്നെയാണ് രാഹുലിന് നൽകുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു ആനുകൂല്യങ്ങളോ പരിഗണനയോ ഇല്ലാതെ ഒരു രാത്രി ജയിലിനുള്ളിൽ രാഹുലിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ കസ്റ്റഡി അപേക്ഷ അല്പസമയത്തിനുള്ളിൽ കോടതി പരിഗണിച്ചാൽ എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി അല്ലെങ്കിൽ ജാമ്യ അപേക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ എങ്ങനെയാണ് എന്നതൊക്കെ അറിയാൻ കഴിയും. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.